أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവനത്രേ അക്ഷരജ്ഞാനമില്ലാത്ത ആ ജനതയിൽ അവരിൽ നിന്നുള്ള ഒരു ദൂതനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൂതൻ അവൻ്റെ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അവർ സ്പഷ്ടമായ വഴികേടിലായിരുന്നുവെങ്കിലും അവരോടൊപ്പം ഇതേവരെ ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു ജനതയിലും അവൻ ദൂതനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. മാർച്ച് 23 ജമാഅത്തെ അഹമ്മദിയയിൽ മസീഹ് മൗദ് ദിനം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇന്നലെ മാർച്ച് 23 ആയിരുന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരവും അള്ളാഹു അയച്ച കാലത്തിൻ്റെ ഇമാമായ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചതിൽ നാം സൗഭാഗ്യവാന്മാരാകുന്നു. മാർച്ച് 23 1889 ലുധിയാനയിൽ വെച്ച് അദ്ദേഹം സാത്വികരുടെ കയ്യിൽ നിന്ന് ബൈഅത്ത് വാങ്ങി. അങ്ങനെ സാത്വികരുടെ ഒരു ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടു. ഞാൻ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറ ജുമായിലെ ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയുടെ ആഗമനത്തെക്കുറിച്ചും അദ്ദേഹം മുഖേന സ്ഥാപിതമാകാൻ പോകുന്ന ജമാഅത്തിനെക്കുറിച്ചും അറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെ മസീഹ് മൗദിൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെയും ആയത്തുകളുണ്ട്. ഇതുകൂടാതെ ഹദീസുകളിലും വരാനിരിക്കുന്ന മസീഹ് മൗദിനെക്കുറിച്ചും മഹദി മഊദിനെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ സൂറ ജുമയിലെ ഈ ആയത്തിനെക്കുറിച്ചുള്ള വിശദീകരണവും അദ്ദേഹം വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ട പല അടയാളങ്ങളെയും മറ്റു പ്രവചനങ്ങളെക്കുറിച്ചും ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കുകളിൽ ചുരുക്കി വിവരിക്കുന്നതാണ്. ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് വസ്സലാം പറയുന്നു, ഈ ആയത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാകുന്നു: ജനങ്ങൾ ജ്ഞാനത്തിൽ നിന്നും യുക്തിയിൽ നിന്നും അകന്നിരിക്കുകയും മനുഷ്യൻ്റെ പരിപൂർണതയ്ക്ക് അനിവാര്യമായ ധാർമ്മിക യുക്തികളുടെ അറിവും മനുഷ്യ മനസ്സുകളിൽ വൈജ്ഞാനികവും കർമ്മപരവുമായ പരിപൂർണതയിൽ എത്താനുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റപ്പെടുകയും
മനസ്സിന്റെ പരിഷ്കരണത്തിന് ആവശ്യമായ എല്ലാ സംഗതികളും തീർന്നു പോവുകയും ജനങ്ങൾ വഴികേടിലാപതിക്കുകയും, അതായത് നേരായ മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയും ചെയ്ത സമയത്ത് തന്റെ റസൂലിനെ നിയമിച്ചവനാകുന്നു ആ ദൈവം. അതായത് അത്തരം സന്ദർഭത്തിൽ അള്ളാഹു തന്റെ നിരക്ഷരരായ പ്രവാചകനെ അയക്കുകയും ആ റസൂൽ അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും നൽകുകയും ചെയ്തു. അതായത് അടയാളങ്ങളും അത്ഭുതങ്ങളും മുഖേന സുദൃഢ ജ്ഞാനത്തിന്റെ തലം വരെ എത്തിക്കുകയും ദൈവത്തെ തിരിച്ചറിയാനുള്ള പ്രകാശത്താൽ അവരുടെ ഹൃദയങ്ങളെ പ്രകാശിതമാക്കുകയും ചെയ്തു. തുടർന്ന് പറയുന്നു, ഇനി ഒരു വിഭാഗം കൂടിയുണ്ട്, അത് അവസാന കാലഘട്ടത്തിൽ വെളിപ്പെടുന്നതാണ്. ആദ്യം അന്ധകാരത്തിലും വഴികേടിലുമായിരിക്കും. അറിവും യുക്തിയും ദൃഢബോധവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ അള്ളാഹു അവർക്കും സഹാബാക്കളുടെ വർണ്ണം നൽകും. അതായത് സഹാബാക്കൾ കണ്ടതൊക്കെ അവരും കാണുമാറാകും. എത്രത്തോളം എന്നാൽ അവരുടെ സത്യസന്ധതയും ദൃഢബോധവും സഹാബാക്കളുടെ സത്യസന്ധതയും ദൃഢബോധ്യവും പോലെ ആയിത്തീരും. സഹിഹായ ഹദീസുകളിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൽമാൻ ഫാരിസിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ലൗ കാനൽ ഈമാനു മുഅല്ലക്കൻ ബി സുറയ്യ ലനാലഹു റജുലും മിൻ ഫാരിസ്. അതായത് വിശ്വാസം സുറയ്യയിലേക്ക് അഥവാ ആകാശത്തേക്ക് കയറിയാലും ഒരു ഫാർസി വംശജനായ വ്യക്തി അതിനെ തിരികെ കൊണ്ടുവരുന്നതാണ്. ഇത് വ്യക്തമായും സൂചന നൽകുന്നത് എന്തെന്നാൽ അവസാന കാലഘട്ടത്തിൽ ഫാർസി വംശജനായ ഒരു വ്യക്തി ജനിക്കുന്നതാണ്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആൻ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കും. ഈ കാലഘട്ടം തന്നെയാണ് വാഗ്ദത്ത മസീഹിന്റെ കാലം. വിശ്വാസം ഉയർന്നു പോവുകയും ഖുർആൻ ആകാശത്തേക്ക് പോകുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്നാൽ അത് പ്രകാരമുള്ള കർമ്മങ്ങൾ അവസാനിച്ചിട്ടുണ്ടാകും. അത് തന്നെയാണ് വാഗ്ദത്ത മസീഹ് ആഗതകനായുള്ള കാലഘട്ടം. ഈ ഫാർസി വംശജന്റെ പേര് തന്നെയാണ് മസീഹ് മൗദ് എന്നതും. കാരണം കുരിശിന്റെ ആക്രമണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വാഗ്ദത്ത മസീഹ് വരേണ്ടത്. അവരുടെ ആക്രമണം വിശ്വാസത്തിന് മേൽ ആകുന്നു. ഈ എല്ലാ അടയാളങ്ങളും കുരിശിന്റെ ആക്രമണ കാലഘട്ടവുമായി വിവരിക്കപ്പെട്ടതാണ്. പറയുന്നു, ഈ ആക്രമണം ജനങ്ങളുടെ വിശ്വാസത്തിൽ വലിയ മോശം പ്രഭാവമുണ്ടാക്കും. ഈ ആക്രമണത്തെ മറ്റു വാക്കുകളിൽ ദജ്ജാലി ആക്രമണം എന്ന് പറയുന്നു. ഗ്രന്ഥങ്ങളിൽ പറയുന്നു, ദജ്ജാലിന്റെ ആക്രമണ സമയത്ത് നിരവധി വിവരദോഷികൾ ഏകനായ ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ്. നിരവധി ആളുകളുടെ വിശ്വാസത്തോടുള്ള സ്നേഹം മരവിക്കുന്നതാണ്. വാഗ്ദത്ത മസീഹിന്റെ വലിയ ഒരു കർത്തവ്യം ദീനിനെ പുനരുജ്ജീവിപ്പിക്കലാകുന്നു. കാരണം ആക്രമണം വിശ്വാസത്തിന് മേലാകുന്നു. ലൗ കാനൽ ഈമാനു എന്ന ഹദീസിൽ നിന്ന് ഫാർസി വംശജനായ വ്യക്തിയെക്കുറിച്ച് വ്യക്തമാകുന്നത് എന്തെന്നാൽ പ്രസ്തുത ഫാർസി വംശജൻ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വരിക. ചുരുക്കത്തിൽ വാഗ്ദത്ത മസീഹിന്റെയും ഫാർസി വംശജന്റെയും കാലഘട്ടം ഒന്നു തന്നെയാണ്. കർമ്മങ്ങളും ഒന്നു തന്നെയാകുന്നു. അതായത് വിശ്വാസത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുക. ഇതിൽ നിന്ന് വളരെ ദൃഢമായും ബോധ്യമാകുന്നത് എന്തെന്നാൽ മസീഹ് മൗദ് ഫാർസി വംശജൻ തന്നെയാകുന്നു. അദ്ദേഹത്തിന്റെ ജമാഅത്തിനെ കുറിച്ച് ആയത്തിൽ പറയുന്നു, വാഹിന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: വഴികേടിന്റെ പാരമ്യത്തിന് ശേഷം സന്മാർഗവും യുക്തിജ്ഞാനവും കരസ്ഥമാക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണുകയും ചെയ്തിട്ടുള്ളവർ രണ്ടു കൂട്ടരാകുന്നു. ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തിന് മുമ്പേ ശക്തമായ അന്ധകാരത്തിൽ അകപ്പെട്ടവരായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ നുബൂവത്തിന്റെ കാലഘട്ടം അനുഭവിച്ചു. അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. പ്രവചനങ്ങൾ പൂർത്തിയായത് ദർശിച്ചു. ദൃഢബോധ്യം അവരിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കിയെന്നാൽ അവർ ഒരു ആത്മാവ് പോലെയായിത്തീർന്നു. രണ്ടാമത്തെ കൂട്ടർ മേൽ ആയത്തിന്റെ വെളിച്ചത്തിൽ സഹാബാക്കളെ പോലെയുള്ള മസീഹ് മൗദിന്റെ സംഘം ആകുന്നു. കാരണം ഇവരും സഹാബാക്കളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുതങ്ങൾ കാണുന്നതാണ്. അന്ധകാരത്തിനും വഴികേടിനും ശേഷം സന്മാർഗം പ്രാപിച്ചവരാണ്. ആഖരീന മിൻഹും എന്ന ആയത്തിൽ ഈ വിഭാഗത്തെ മിൻഹും എന്ന അനുഗ്രഹത്താൽ, അതായത് സഹാബാക്കളുടെ സദൃശ്യരാണ് എന്ന നിലയ്ക്കുള്ള അനുഗ്രഹത്തിൽ ഭാഗവാക്കാക്കിയിരിക്കുന്നു.
ഇത് സൂചന നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണുകയും പ്രവചനങ്ങൾ ദർശിക്കുകയും ചെയ്തതുപോലെ ഇവരും അത് കാണുമെന്നാണ്. ഇതിനിടയ്ക്കുള്ള കാലഘട്ടം ഈ അനുഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായും ഭാഗമാക്കാവുന്നതല്ല. ചുരുക്കത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 13 നൂറ്റാണ്ടിന് ശേഷം അത്ഭുത ദൃഷ്ടാന്തങ്ങളുടെ കവാടം തുറക്കപ്പെട്ടു. ജനങ്ങൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദാറുൽ ഖുത്നി ഹദീസിലും ഇബ്നു ഖദ്റജിന്റെ ഫത്വായിലും ഉള്ളതുപോലെ റമദാനിൽ സൂര്യ ചന്ദ്ര ഗ്രഹണങ്ങളെ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദർശിച്ചു. അതായത് ഹദീസിൽ പറഞ്ഞതുപോലെ സൂര്യ ചന്ദ്ര ഗ്രഹണങ്ങൾ റമദാനിൽ ഉണ്ടായി. ചന്ദ്രന് അതിന്റെ ഗ്രഹണ രാത്രികളിൽ ആദ്യ രാത്രിയിലും സൂര്യന് അതിന്റെ ഗ്രഹണ ദിവസങ്ങളിൽ മധ്യദിനത്തിലും ഗ്രഹണം സംഭവിച്ചു. ഇത് ഉണ്ടാകുമ്പോൾ മഹദിവാദിയും ഉണ്ടായിരുന്നു. ഈയൊരവസ്ഥ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആർക്കും തന്നെ ചരിത്രതാളുകളിൽ നിന്ന് അതിന് സമാനമായത് സമർപ്പിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഒരു അത്ഭുതവും ജനങ്ങൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. മാത്രമല്ല വാഗ്ദത്ത മഹദി മസീഹിന്റെ കാലത്ത് വിവരിക്കപ്പെട്ടിട്ടുള്ള വാൽനക്ഷത്രത്തെയും ആയിരക്കണക്കിന് ആളുകൾ ദർശിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ജാവയിലുള്ള തീയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയുണ്ടായി. അതേപോലെ പ്ലേഗ് പരന്നതും ഹജ്ജിൽ നിന്ന് വിലക്കുന്നതിനും എല്ലാവരും ദൃക്സാക്ഷികളാണ്. രാജ്യത്ത് റയൽ തയ്യാറാക്കപ്പെട്ടതും ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതുമെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളായിരുന്നു. അതെല്ലാം ഈ കാലഘട്ടത്തിൽ സഹാബാക്കൾ മുജിദത്തുകൾ കണ്ടതുപോലെ കാണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ അവസാന കാല വിഭാഗത്തെ മിനുഹും എന്ന പദം കൊണ്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അതായത് മുജിദത്തുകൾ ദർശിക്കുന്ന കാര്യത്തിൽ അവരും സഹാബാക്കളുടെ വർണ്ണമുള്ളവരാണ് എന്നതിലേക്ക് ഇത് സൂചന നൽകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 13 നൂറ്റാണ്ടിനിടയിൽ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഇത്തരത്തിലുള്ള കാലം മറ്റാർക്കാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന് പല നിലക്കും സഹാബാക്കളുടേതുമായി താദാത്മ്യമുണ്ട്. സഹാബാക്കൾ കണ്ടതുപോലെ ഇവരും മുജിദത്തുകൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. സഹാബാക്കൾ കണ്ടതുപോലെ തന്നെ ഇവരും അള്ളാഹുവിന്റെ അടയാളങ്ങളും പുതുപുത്തൻ സഹായങ്ങളും മുഖേന പ്രകാശവും ദൃഢബോധ്യവും കരസ്ഥമാക്കി. സഹാബാക്കൾ സംഭവിച്ചതുപോലെ ഇവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളുടെ പരിഹാസവും ശകാരവും പലതരത്തിലുള്ള മനസ്സിനെ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളും ദുർനാക്കുകളും ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെയും വേദനകൾ സഹിച്ചു. ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. സഹാബാക്കൾ കരസ്ഥമാക്കിയതുപോലെ ഇവരും അള്ളാഹുവിന്റെ വ്യക്തമായ അടയാളങ്ങളും ദൈവിക സഹായങ്ങളും യുക്തിഭദ്രമായ അധ്യാപനങ്ങളും മുഖേന പരിശുദ്ധ ജീവിതം കരസ്ഥമാക്കി. ഇതിന് അനവധി ഉത്തരങ്ങളുമുണ്ട്. അവയിൽ ഒരുപാട് ആളുകൾ സഹാബാക്കളെ പോലെ നമസ്കാരത്തിൽ കരയുന്നവരും സജിദ സ്ഥാനങ്ങളെ കണ്ണീരുകൊണ്ട് കുതിർക്കുന്നവരുമാണ്. അവരിൽ നിരവധി പേർ സഹാബാക്കളെ പോലെ സത്യസന്ധമായ സ്വപ്നങ്ങൾ ലഭിക്കുന്നവരും ദൈവിക ഭാഷണങ്ങളാൽ അനുഗ്രഹീതരുമാണ്. സഹാബാക്കൾ ചെലവഴിച്ചതുപോലെ ഇവരിൽ ഒരുപാട് ആളുകൾ തങ്ങൾ സമ്പാദിച്ച ധനം സ്നേഹപൂർവ്വം അള്ളാഹുവിന്റെ തൃപ്തിലാക്കാക്കി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. സഹാബാക്കളുടെ ചരിത്രത്തിലുള്ളതുപോലെ അവരിൽ നിരവധി പേർ മരണത്തെ ഓർക്കുന്നവരായും ഹൃദയത്തിന്റെ നൈർമല്യവും സത്യസന്ധമായ തക്വയിൽ പദമൂന്നുന്നവരുമാണ്. ഇവർ അള്ളാഹുവിന്റെ സംഘമാകുന്നു. ഇവരെ അള്ളാഹു സംരക്ഷിക്കുകയും അനുദിനം അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളെ വിശ്വാസങ്ങളുടെ യുക്തി കൊണ്ട് നിറക്കുകയും ദൈവിക ദൃഷ്ടാന്തങ്ങളാൽ സഹാബാക്കളെ തങ്ങളിലേക്ക് അടുപ്പിച്ചതുപോലെ അവരെ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ആഖരീന മിൻഹും എന്ന പദങ്ങളിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അടയാളങ്ങളും ഈ ജമാഅത്തിലും കാണപ്പെടുന്നു. അള്ളാഹുവിന്റെ വാക്കുകൾ ഒരു ദിവസം പൂർത്തിയാകേണ്ടതും അനിവാര്യമായിരുന്നു. പറയുന്നു, ആഖരീന മിൻഹും എന്ന ആയത്ത് മസീഹ് മൗദിന്റെ ജമാഅത്തിന് സഹാബാക്കളുടെ ജമാഅത്തുമായി സാദൃശ്യമുണ്ടാകുമെന്നും ഈ ജമാഅത്തിന്റെ ഇമാം പ്രതിജ്ഞായ എന്നോണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാദൃശ്യമുണ്ടായിരിക്കുമെന്നും പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്ത മഹദിയുടെ ഗുണവിശേഷമായി പറയുന്നത് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായി സാദൃശ്യമുണ്ടായിരിക്കുമെന്നാണ്.
അതായത് രണ്ട് സാദൃശ്യങ്ങൾ ആ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കും. ഒന്ന്, ഹസ്രത്ത് ഈസാ നബിയുമായി സാദൃശ്യമുള്ളതുകൊണ്ട് മസി എന്ന് വിളിക്കപ്പെടും. രണ്ടാമത്തെ സാദൃശ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം മഹദി എന്ന് വിളിക്കപ്പെടും. ഈ രഹസ്യത്തിലേക്ക് ഒരു സൂചന നൽകിക്കൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇസ്രായേലി രൂപത്തിലും വർണ്ണത്തിലുമായിരിക്കും, മറുഭാഗം അറേബ്യൻ രൂപത്തിലും വരുന്നതായിരിക്കുമെന്നാണ്. ഹദരത്ത് ഈസ അലൈഹി ഇസ്ലാം വന്ന കാലഘട്ടത്തിൽ മൂസവി സമുദായം യുനാനി ശാസ്ത്രിമാരുടെ ആക്രമണങ്ങൾ കാരണം വളരെ ഭയാനകമായ അവസ്ഥയിലായിരുന്നു. തൗറേത്തിന്റെ അധ്യാപനങ്ങളെയും അതിന്റെ പ്രവചനങ്ങളും അത്ഭുതദൃഷ്ടാന്തങ്ങളും ശക്തമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. യവന ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അസ്തിത്വം സൃഷ്ടികളുമായി ഇടകലർന്നു പോവുകയും അതിൽ നിന്ന് അതീതമായ കഴിവുള്ളവനല്ലെന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതായത് സാധാരണ സൃഷ്ടികളെ പോലെയാണെന്നും എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനല്ലെന്നും താൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനല്ലെന്നും കരുതിപ്പോന്നു. പ്രവാചകത്വ ശൃംഖല പരിഹസിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാമിന്റെ നിയോഗത്തോടു കൂടി, അതായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം മൂസവി നുബുവത്തിന്റെ അവസ്ഥയും ഈ ശൃംഖലയുടെ യാഥാർത്ഥ്യത്തിന് പുതുപുത്തൻ സാക്ഷ്യങ്ങൾ സ്ഥാപിക്കപ്പെടണമെന്നും നവീന രീതിയിലുള്ള സഹായങ്ങളും ദൈവിക സാക്ഷ്യങ്ങളും മുഖേന മൂസവി കെട്ടിടം വീണ്ടും അറ്റകുറ്റപ്പണികൾ ചെയ്യപ്പെടണമെന്നും ദൈവം ആഗ്രഹിച്ചു. അതുപോലെ ഈ ഉമ്മത്തിന് വേണ്ടിയും 14 നൂറ്റാണ്ടിന്റെ തലക്കൽ വാഗ്ദത്ത മസീഹിനെ അയച്ചുകൊണ്ട് യൂറോപ്യൻ തത്വചിന്തയും യൂറോപ്യൻ ദജ്ജാലിയത്തും ഇസ്ലാമിന് മേൽ പലതരം ആക്രമണങ്ങൾ നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തും പ്രവചനങ്ങളും അത്ഭുതദൃഷ്ടാന്തങ്ങളും നിഷേധിക്കപ്പെടുകയും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അധിക്ഷേപിക്കപ്പെടുകയും ഇസ്ലാമിന്റെ അനുഗ്രഹങ്ങളും പ്രകാശങ്ങളും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ആക്രമങ്ങളെയും ഇല്ലാതാക്കാനും നുബുവത്തെ മുഹമ്മദിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 1000 അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ, പുതുപുത്തൻ സാക്ഷ്യങ്ങളും സഹായങ്ങളും മുഖേന സത്യാന്വേഷികൾക്ക് വെളിപ്പെടുത്തണമെന്നും അള്ളാഹു ആഗ്രഹിച്ചു. ഈ രഹസ്യമാണ് ബറാഹിൻ അഹമ്മദിയയിൽ ഇന്നേക്ക് 17 വർഷം മുമ്പ് ഒരു ഇൽഹാമിലൂടെ വ്യക്തമാക്കിയത്. ആ ഇൽഹാം അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിപ്രകാരമാകുന്നു: ബഹ്റാം കെ വക്ത് തോ നസ്ദീക് റസീദ് വ പായ മുഹമ്മദിയ ബർമിനാർ ബുലന്ദ് മുഹക്കം ഉസ്താദബ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ വിശദീകരണത്തോടു കൂടി ഇതിന്റെ തർജുമ എഴുതിയിട്ടുണ്ട്. എഴുതുന്നു: ഇപ്പോൾ വെളിപ്പെടുകയും പുറത്തേക്ക് വരികയും ചെയ്യുക, നിന്റെ സമയം സമീപസ്ഥമായിരിക്കുന്നു. മുഹമ്മദി പാതാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതായത് മുഹമ്മദികൾ ഒരു ഉയർന്ന ശക്തമായ മിനാരത്തിൽ പദമൂന്നുന്നതുമാണ്. വീണ്ടും പറയുന്നു: പാക് മുഹമ്മദ് മുസ്തഫ നബിയോ കാ സർദാർ. അള്ളാഹു നിന്റെ എല്ലാ കർമ്മങ്ങളും ശരിയാക്കി തരുന്നതാണ്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും. റബ്ബുൽ അഫ്വാജ്, സൈന്യങ്ങളുടെ നാഥൻ, ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്. ഈ അടയാളത്തിന്റെ ലക്ഷ്യമെന്തെന്നാൽ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാകുന്നു, എന്റെ അധരങ്ങളിലൂടെ വന്ന കാര്യങ്ങളും ആകുന്നു. നല്ലപോലെ ചിന്തിച്ചു നോക്കുക. എന്റെ അടയാളങ്ങൾ മുഖേന എന്ത് ഉദ്ദേശമാണ് പൂർത്തീകരിച്ചത്? ഇത് അള്ളാഹു അദ്ദേഹത്തോട് ഇൽഹാമായി പറയുന്നതാണ്. പറയുന്നു: ഇതിന്റെ അർത്ഥം എന്തെന്നാൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാം വന്നത് കളവാക്കപ്പെടുന്ന ഘട്ടത്തിൽ പുത്തൻ അടയാളങ്ങളുമായി തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതിനാണ്. ഇതേ ഉദ്ദേശത്തിന് വേണ്ടി അള്ളാഹു എന്നെയും അയച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ ദൃഷ്ടാന്തങ്ങളുമായി വിശുദ്ധ ഖുർആന്റെ സത്യസാക്ഷ്യം അശ്രദ്ധരായ ജനങ്ങൾക്ക് മേൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് ദൈവിക വെളിപാടിൽ പറയുന്നു: ഉപായ മുഹമ്മദിയ ബർമിനാർ ബുലന്ദ് മുഹക്കം ഉസ്താദ്. ബറാഹിൻ അഹമ്മദിയിലുള്ള മറ്റു ഇൽഹാമിലും ഇതേ സൂചനയുള്ളത്. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ലിതുൻസിറ ഖൗമമ ഉൻസിറ ആബാഉഹും വലതസ്തബീന സബീല ആലിം മുജ്രിമീന ഖുൽ ഇന്നി ഉമിർതു വ അന അവൽ മുസ്ലിമീൻ. അതായത് റഹ്മാനായ ദൈവം നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. അവരുടെ പൂർവ്വപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നില്ല. അങ്ങനെ കുറ്റവാളികളുടെ മാർഗങ്ങൾ തുറക്കപ്പെടുന്നതിനും കുറ്റവാളികളുടെ മാർഗങ്ങൾ തുറക്കപ്പെടുക എന്നതിന്റെ വിവക്ഷ കുറ്റവാളികൾക്ക് മേൽ ദൈവിക ന്യായപൂർത്തി വരിക എന്നതാണ്. പറയുക: ഞാൻ അള്ളാഹുവിൽ നിയോഗിക്കപ്പെട്ടവനാകുന്നു, ഞാൻ ഏറ്റവും ആദ്യത്തെ വിശ്വാസിയുമാകുന്നു. പറയുന്നു: ആരെങ്കിലും ഹദ്റത്ത് ഈസ നബിയുള്ള ആയി തൗറേത്തിനെ സാക്ഷ്യപ്പെടുത്താൻ വന്നു എന്ന് പറയുന്നുവെങ്കിൽ അതിനു മുന്നിൽ നിങ്ങളുടെ സാക്ഷ്യത്തിന് എന്ത് വിലയാണുള്ളത്? അദ്ദേഹം അള്ളാഹുവിന്റെ നബിയായിരുന്നു.
അള്ളാഹു നബിയായി അയച്ച് തൗറാത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എന്ത് സ്ഥാനവുമായിട്ടാണ് ഖുർആന്റെ സാക്ഷ്യവുമായി വന്നിട്ടുള്ളത്? പറയുന്നു, ഇവിടെയും സാക്ഷ്യം പുതുക്കുന്നതിനു പ്രവാചകൻ ആവശ്യമായിരുന്നു. ജനങ്ങൾ പറയുന്നു, ഇവിടെ സാക്ഷ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെയും സാക്ഷ്യം പുതുക്കാൻ ഒരു നബി ആവശ്യമായിരുന്നു. ഈ ജനങ്ങൾ പറയുന്നത് ഇതിനുള്ള മറുപടി എന്തെന്നാൽ, ഇസ്ലാമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന നുബുവത്തിന്റെ കവാടം അടഞ്ഞു പോയിരിക്കുന്നു. അതായത് സ്വന്തവും സ്വതന്ത്രവും ന്യായപ്രമാണത്തു കൂടിയുമായ നുബുവത്ത്. അള്ളാഹു പറയുന്നു, വലാക്കിൻ റസൂൽ അല്ലാഹി വ ഖാത്തമൻ നബിയീൻ. ഈ ആയത്തിൽ നിന്നും ലാ നബിയ ബാദി എന്ന ഹദീസും ഈസാ നബിയുടെ മരണം വളരെ വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടതും എല്ലാം വ്യക്തമാക്കുന്നത് ഈ ലോകത്തേക്ക് അദ്ദേഹം വീണ്ടും വരുമെന്ന പ്രതീക്ഷ നിരർത്ഥകമാണെന്നാകുന്നു. ഖുർആനും ഹദീസും പറയുന്നു. കൂടാതെ മസീഹ് വഫാത്തായി എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ആ മസീഹ് വീണ്ടും വരുമെന്നത് തെറ്റായ പ്രതീക്ഷയാകുന്നു. അതുകൊണ്ട് ഇനി പുതിയതോ പഴയതോ ആയ നബി വരികയാണെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഖാത്തമുൽ അംബിയ ആവുക? അതായത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖത്തമുൻ നുബുവത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരും. അതായത് വിലായത്തിന്റെ വഹിയും ദൈവിക ഭാഷണത്തിന്റെ കവാടങ്ങളും അടഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്തെന്നാൽ പുതിയ ദൃഷ്ടാന്തങ്ങളുമായി സത്യദീനിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. സത്യദീനിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അടയാളങ്ങൾ അത് നബി മുഖേന വെളിപ്പെട്ടാലും വലി മുഖേന ആണെങ്കിലും അതെല്ലാം ഒരേ തരത്തിലുള്ളതാണ്. കാരണം അയക്കുന്നവൻ ഒരേ അസ്തിത്വമാകുന്നു. അള്ളാഹുവിന്റെ നബിയുടെ കയ്യിൽ നിന്നും നബി മുഖേനയും ദൈവികമായ സഹായം വെളിപ്പെടുന്നത് ശക്തിയിലും പ്രഭാവത്തിലും മികച്ചതാണെന്നും അതേസമയം വലി മുഖേന വെളിപ്പെടുന്ന സഹായത്തിന്റെ ശക്തിയും പ്രഭാവവും കുറവാണെന്നുമുള്ള ചിന്ത തികച്ചും ബുദ്ധിശൂന്യതയും വിവരക്കേടുമാകുന്നു. മറിച്ച് ഇസ്ലാമിന്റെ സഹായത്തിന് വേണ്ടി ചില സമയത്ത് അടയാളങ്ങൾ വെളിപ്പെട്ടപ്പോൾ ആ സമയത്ത് നബിയും വലിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണമായി അസ്ഹാബുൽ ഫീൽ നശിപ്പിക്കപ്പെട്ട അടയാളം വെളിപ്പെട്ട സമയത്ത് പറയുന്നു, നിങ്ങൾ പറയുന്നത് നബി അല്ലെങ്കിൽ വലി മുഖേനയും ഇത് സംഭവിക്കാവുന്നതാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. ഇനി വലി ഇല്ലെങ്കിലും അള്ളാഹു ദൃഷ്ടാന്തം വെളിപ്പെടുത്തുന്നതാണ്. അസ്ഹാബുൽ ഫീലിന്റെ അടയാളം വെളിപ്പെട്ടതുപോലെ മാത്രമല്ല വലിയുടെ കറാമത്തുകൾ അദ്ദേഹം അനുസരിക്കുന്ന നബിയുടെ തന്നെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാകുന്നു. അതായത് ഏത് നബിയെ ആണോ വലി അനുസരിക്കുന്നത് ആ നബിയുടെ തന്നെ അടയാളമാകുന്നു. കറാമത്തുകളും മുജിദത്തുകളുമാകുന്നു. അതുകൊണ്ട് മുജിദകളിൽ വിവേചനം കാണിക്കുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. മാത്രമല്ല ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് മുഹദ്ദസും നബിമാരെയും റസൂൽമാരെയും പോലെ അള്ളാഹു നിയോഗിച്ചവരിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല മുഹദ്ദസും നബിമാരിലും റസൂൽമാരിലും ഉൾപ്പെടുന്നവരാണ്. ബുഖാരിയിൽ പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ വല നബിയിൻ വല മുഹദ്ദസിൻ. ഇത് നല്ലപോലെ നിങ്ങൾ വായിച്ചു നോക്കുക. മറ്റൊരു ഹദീസിൽ പറയുന്നു, ഉലമാഉ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ. പറയുന്നു, സൂഫിയാക്കൾ തങ്ങളുടെ ജാഗ്രത നിർദ്ദേശങ്ങൾ മുഖേന ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള ഹദീസാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാക്ഷ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓർക്കുക, മുസ്ലിമിൽ മസീഹ് മൗദിനെ കുറിച്ച് നബി എന്ന പദം വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങൾ പറയുന്നു നബി അല്ല എന്ന്. ഇവിടെ ആദ്യം വലിയാണെന്നതിന് തെളിവ് നൽകി. രണ്ടാമത് വാഗ്ദത്ത മസീഹിനെ കുറിച്ച് ഹദീസിൽ നബി എന്ന് വന്നിട്ടുണ്ട്, അതായത് ആലങ്കാരിക രൂപത്തിൽ. അതുകൊണ്ട് ബറാഹിൻ അഹമ്മദിയയിലും ഇത്തരം വാക്കുകൾ അള്ളാഹു എന്നെ കുറിച്ച് പറഞ്ഞത്. ഇൽഹാം പറയുന്നു, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ. ഇവിടെ റസൂൽ കൊണ്ടുള്ള വിവക്ഷ ഈ വിനീതനാകുന്നു, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. നോക്കുക, ബറാഹിൻ അഹമ്മദിയിൽ ജരിയുല്ലാ ഫി ഹുലലിൽ അംബിയ എന്നുമുണ്ട്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിമാരുടെ ആടയിൽ. നിങ്ങൾ നബി അല്ലെന്ന് പറയുന്നു, പക്ഷെ ഹദീസിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്നോടും അള്ളാഹു ഞാൻ നബിയാണെന്ന് പറയുന്നു. ഈ ഇൽഹാമിൽ എന്റെ പേര് റസൂൽ എന്നും നബി എന്നും വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരുടെ പേരാണോ അള്ളാഹു സ്വയം വെച്ചിട്ടുള്ളത് അദ്ദേഹത്തെ സാധാരണ ജനങ്ങളെ പോലെ മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം അപരാധമാകുന്നു. ദൈവിക അടയാളങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരു നിലക്കും ദുർബലമാകുന്നതല്ല. അത് നബി മുഖേന വെളിപ്പെട്ടാലും മുഹദ്ദസ് മുഖേന വെളിപ്പെട്ടാലും ശരി. യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെയും തിരുനബിയുടെ അനുഗ്രഹങ്ങളുടെയും ഒരു പ്രാദുർഭാവത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനുള്ള തെളിവ് സ്വയം നൽകുന്നു. വലിക്ക് സൗജന്യമായി ആ പേര് കിട്ടുന്നു. യഥാർത്ഥത്തിൽ ഈ വെളിപ്പെടുന്ന അടയാളങ്ങളെല്ലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യത്തിന് വേണ്ടി വെളിപ്പെടുന്നവയാകുന്നു. ഇതിനിടയിൽ ഏത് വലിയുടെ പേര് വരികയാണെങ്കിലും അത് സൗജന്യമായിട്ടാണ് വരുന്നത്. പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നവനായ വലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ് സൗന്ദര്യം ആർജിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വലിയിൽ നിന്നല്ല സൗന്ദര്യം കിട്ടുന്നത്. ആ മഹാത്മാവ് തന്റെ വാദങ്ങളെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു കാലഘട്ടത്തിന്റെ വർത്തമാന അവസ്ഥകളെ കണ്ടുകൊണ്ടും ഭൂമിയിൽ പലതരം ധിക്കാരങ്ങളും പാപങ്ങളും വഴികേടുകളും നിറഞ്ഞതായും മനസ്സിലാക്കിക്കൊണ്ടും എന്നെ സത്യദീനിന്റെ പ്രചാരണത്തിനും നന്മ സ്ഥാപിക്കുന്നതിനും വേണ്ടി അയച്ചിരിക്കുന്നു. ഈ കാലഘട്ടം ഹിജ്രിയുടെ 13 നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കി ജനങ്ങൾ 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ എത്തിയ സമയമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവികമായ കൽപ്പനയെ പ്രാവർത്തികമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ ലിഖിത രൂപേണയുള്ള വിളംബരങ്ങളും പ്രഭാഷണങ്ങളും മുഖേന ഈ നൂറ്റാണ്ടിന്റെ തലക്കൽ ദീനിന്റെ പുനരുജ്ജീവനത്തിനു വേണ്ടി വരേണ്ട വ്യക്തി ഞാൻ തന്നെയാകുന്നു എന്നും അങ്ങനെ ഭൂമിയിൽ നിന്ന് പോയിപ്പോയ വിശ്വാസത്തെ വീണ്ടും ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു എന്നും വിളംബരപ്പെടുത്തി. ഞാൻ അള്ളാഹുവിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് അവന്റെ കരങ്ങൾ മുഖേനയുള്ള ആകർഷണത്താൽ ലോകത്തെ നന്മയിലേക്കും ഭയഭക്തിയിലേക്കും സത്യതയിലേക്കും ആകർഷിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ വിശ്വാസപരവും കർമ്മപരവുമായ അബദ്ധങ്ങളിൽ അതാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദൈവിക വെളിപാടുകൾ മുഖേന എനിക്ക് വ്യക്തമാക്കി തന്നത് ഈ ഉമ്മത്തിന് വേണ്ടി ആരംഭം മുതൽ പറയപ്പെട്ടിരുന്ന വാഗ്ദത്ത മസീഹും ഇസ്ലാമിന്റെ ശോച്യാവസ്ഥയുടെ ഘട്ടത്തിൽ വഴികേട് പരക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനെ നേരിട്ട് സന്മാർഗം കരസ്ഥമാക്കി വരേണ്ട അവസാന കാലത്തെ മഹദിയും ഈ ദൈവിക തളികയെ പുതിയ തലത്തിൽ മനുഷ്യന് മുന്നിൽ സമർപ്പിക്കാൻ ദൈവിക വിധിപ്രകാരം ഞാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേക്കുറിച്ച് ഇന്നേക്ക് 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവാർത്ത നൽകിയതാണ്. അത് ഞാനാകുന്നു. ദൈവിക വെളിപാടുകളും സംബോധനകളും തുടരെ ആയിറങ്ങുകയും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് അറുതി വരികയും ചെയ്തിരിക്കുന്നു. ഓരോ വഹ്യും ആണിയടിച്ചതുപോലെ ഹൃദയത്തിൽ തറഞ്ഞിരിക്കുന്നു. ഈ എല്ലാ ദൈവിക സംബോധനകളും മഹത്തായ പ്രവചനങ്ങൾ അടങ്ങിയതാണ്. അത് പകൽ വെളിച്ചം പോലെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനുള്ള പ്രകാശം കുറഞ്ഞു വരികയും അവസാനം ആയിരക്കണക്കിന് ദേഹേച്ഛകളുടെ അന്ധകാരത്തിന്റെ ആവരണങ്ങളാൽ മറഞ്ഞു പോവുകയും ചെയ്ത കാലഘട്ടമാണിത്. മാത്രമല്ല, അധികം ആളുകളും നിരീശ്വരത്തിന്റെ വർണ്ണം സ്വീകരിച്ചിരിക്കുന്നു. ഭൂമി തിന്മയും അതിക്രമവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവിക പ്രതാപവും അന്തസ്സും വീണ്ടും തന്റെ അസ്തിത്വം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ അതിപുരാതനമായ നടപടിക്രമം അനുസരിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു അവസ്ഥയും അടയാളങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ അള്ളാഹു എന്നെ 14-ാം നൂറ്റാണ്ടിന്റെ തലയ്ക്കൽ ഈമാനെയും ദിവ്യജ്ഞാനങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. അവന്റെ പിന്തുണയും അനുഗ്രഹവും മുഖേന എന്റെ കൈകളിൽ ദൈവിക അടയാളങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അവന്റെ ഉദ്ദേശവും ആഗ്രഹവും അനുസരിച്ച് ദുആകൾ സ്വീകരിക്കപ്പെടുമാറായി. അദൃശ്യകാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. വിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യവും അഭൗമിക ജ്ഞാനങ്ങളും വിവരിക്കപ്പെടുന്നു. ശരീഅത്തിന്റെ പ്രശ്ന സങ്കീർണതകൾ നിർദ്ധാരണം ചെയ്യപ്പെടുന്നു. വ്യാജത്തിന്റെ ശത്രുവും കറ്റുകെട്ടുകാരനെ നശിപ്പിക്കുന്നതുമായ അല്ലാഹുവാണേ സത്യം. ഞാൻ അവനിൽ നിന്നുള്ളവനാകുന്നു. അവൻ അയച്ചതുകൊണ്ട് കൃത്യസമയത്ത് വന്നിരിക്കുന്നു. അവന്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ എല്ലാ ചുവടിലും എന്നോടൊപ്പമുണ്ട്. അവൻ എന്നെ നഷ്ടപ്പെടുത്തുന്നതല്ല, എന്റെ ജമാഅത്തിനെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളുന്നതുമല്ല. അവൻ തന്റെ ഉദ്ദേശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അവൻ എന്നെ 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ പ്രകാശത്തിന്റെ സമ്പൂർത്തിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. അവൻ എന്റെ സാക്ഷ്യത്തിനു വേണ്ടി റമദാനിൽ സൂര്യചന്ദ്രഗ്രഹങ്ങൾ ഉണ്ടാക്കി, ഭൂമിയിൽ നിരവധി അടയാളങ്ങൾ വെളിപ്പെടുത്തി. അതെല്ലാം ഒരു സത്യാന്വേഷിക്ക് മതിയായതാണ്. അങ്ങനെ അവൻ തന്റെ ന്യായ പൂർത്തി വരുത്തിയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, അന്യരായ ആളുകൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അവരുടെ ചോദ്യം ശരിയുമാണ്. നമ്മൾ എന്തിന് മസീഹ് മൗദിന്റെ വാദത്തെ അംഗീകരിക്കണം?
അതായത് നിങ്ങൾ തന്നെയാണ് മസീഹ് മൗദ് എന്ന് ഞങ്ങൾ എന്തിനംഗീകരിക്കണം? ശരിയാണ്, കാലഘട്ടവും അവസ്ഥയും എല്ലാം ഉണ്ട്, അടയാളങ്ങളും വെളിപ്പെടുന്നു. പക്ഷേ നിങ്ങളാണ് മസീഹ് മൗദ് എന്ന് എങ്ങനെ അംഗീകരിക്കും? പറയുന്നു, ഇതിനുള്ള മറുപടി എന്തെന്നാൽ, വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വാഗ്ദത്ത മസീഹ് വെളിപ്പെടുമെന്ന് പറഞ്ഞ കാലഘട്ടവും രാജ്യവും നാടും, കൂടാതെ മസീഹിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമായി പറഞ്ഞ പ്രത്യേക കർമ്മങ്ങളും, മസീഹ് മൗദിന്റെ അടയാളമായി വിവരിക്കപ്പെട്ട ആകാശഭൂമികളിൽ നിന്നുള്ള ആപത്തുകളും, മസീഹ് മൗദിന്റെ പ്രത്യേകതയായി വിവരിക്കപ്പെട്ട അറിവുകളും ദിവ്യജ്ഞാനങ്ങളും എല്ലാം തന്നെ അള്ളാഹു എന്നിലും എൻ്റെ കാലഘട്ടത്തിലും എൻ്റെ രാജ്യത്തിലും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ആപത്തുകളും ഉണ്ടാകുന്നു, രോഗങ്ങളും വരുന്നു, ഭൂകമ്പം വരുന്നു, ദൈവിക അടയാളങ്ങളും പൂർത്തിയാകുന്നു. എൻ്റെ വാദവും നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു എൻ്റെ കൈകളാൽ അടയാളങ്ങളും വെളിപ്പെടുത്തുന്നു എന്നിരിക്കെ അത് ഞാൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഇത് തന്നെയാണ് തെളിവ്. ആ എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്നിലും എൻ്റെ കാലഘട്ടത്തിലും എൻ്റെ രാജ്യത്തിലും സ്വരുക്കൂട്ടി. പിന്നെ കൂടുതൽ തൃപ്തി വരുത്തുന്നതിന് വേണ്ടി ദൈവിക സഹായങ്ങൾ എൻ്റെ കൂടെ അയക്കുകയും ചെയ്തു. ദൈവിക സഹായങ്ങളെ കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു, വാൽനക്ഷത്രം, സൂര്യചന്ദ്രഗ്രഹണങ്ങൾ, പ്ലേഗ് പരന്നത്, ഭൂകമ്പങ്ങൾ വന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായി. പ്രസ്ഥാനത്തിന്റെ പുരോഗതിയെക്കുറിച്ച് നേരത്തെ തന്നെ അറിയിപ്പ് തന്നു. അദ്ദേഹം ഈ അടയാളങ്ങളും സഹായങ്ങളും വിവരിച്ചുകൊണ്ട്, അതെല്ലാം പൂർത്തിയായെന്ന് വിവരിച്ചുകൊണ്ട് വലിയ ഗ്രന്ഥം തന്നെ തയ്യാറാക്കി. ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. അദ്ദേഹം പറയുന്നു, ഒന്നിന്റെ കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഒരു മഹത്തായ ദൃഷ്ടാന്തം ഇപ്രകാരമാണ്. ഇന്നേക്ക് 23 വർഷം മുമ്പ് ബറാഹിനെ അഹമ്മദിയയിൽ ഈ ഇൽഹാമുണ്ട്. ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 132 വർഷം ആയിരിക്കുന്നു. എല്ലാ കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കും. പക്ഷെ ഞാൻ ഈ പ്രസ്ഥാനത്തെ വലുതാക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, ഞാൻ ഇതിനെ പൂർത്തിയാക്കും. അതൊരു വൻ സൈന്യമായി മാറും. അന്ത്യനാൾ വരെ അതിന്റെ മേൽക്കോയ്മ നിലനിൽക്കും. ഞാൻ നിന്റെ നാമം ഭൂമിയുടെ അറ്റങ്ങളോളം പ്രസിദ്ധമാക്കുന്നതാണ്. ജനങ്ങൾ കൂട്ടമായി വരുന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം വരുന്നതാണ്. ഭവനങ്ങളെ വിശാലമാക്കുക. ഈ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആകാശത്ത്. നോക്കുക, ഇത് ഏത് കാലത്ത് നടത്തിയ പ്രവചനമാണ്. ഇന്ന് അത് പൂർത്തിയായിരിക്കുന്നു. ഇത് ദൈവിക ദൃഷ്ടാന്തമാകുന്നു. കണ്ണുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ധന്മാരുടെ പക്കൽ ഒരു അടയാളം വെളിപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ചില അടയാളങ്ങളും ഇവിടെ വിശദീകരിക്കാം. വൈജ്ഞാനിക അടയാളങ്ങളെയും സഹായങ്ങളെയും കുറിച്ച് മഹാത്മാവ് പറയുന്നു. ഒരിക്കൽ ഒരു മാന്യനായ ഒരു ഹിന്ദു കാദ്യാനിൽ എൻ്റെ അടുത്ത് വന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല. തുടർന്ന് എഴുതുന്നു, അദ്ദേഹത്തിന്റെ പേര് സ്വാമി ശുകൻ ചന്ദ്ര ആണെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മതമഹാസമ്മേളനം എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതായത് ഒരു മതസമ്മേളനം നടത്താൻ ആഗ്രഹിക്കുന്നു. താങ്കളും താങ്കളുടെ മതത്തിന്റെ മേന്മകളെ കുറിച്ച് പ്രബന്ധം തയ്യാറാക്കി ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കണം. ഞാൻ പല ഒഴിവഴികളും പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം എന്നോട് എഴുതാൻ നിർബന്ധിക്കുകയായിരുന്നു. പക്ഷെ എനിക്കതിനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. അള്ളാഹു പറയാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അവൻ കാണിച്ചു തരാതെ എനിക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ദൈവിക സവിധത്തിൽ എല്ലാ പ്രഭാഷണങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന പ്രഭാഷണം ദൈവികമായി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ദുആ ചെയ്തു. ദുആക്ക് ശേഷം ഞാൻ കാണുന്നത് ഒരു പ്രത്യേക ശക്തി എന്നിലേക്ക് സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ്. ഞാൻ ഒരു ദൈവിക ശക്തിയുടെ ചലനം എനിക്കുള്ളിൽ അനുഭവിച്ചു. ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ പ്രബന്ധത്തിന് വേണ്ടി കരട് ഒന്നും തയ്യാറാക്കിയിരുന്നില്ല. എഴുതിയതെല്ലാം അങ്ങനെ തന്നെ തയ്യാറാക്കി. വളരെ വേഗത്തിലും ശീഘ്രഗതിയിലും എഴുതിയതുകൊണ്ട് പകർത്തി എഴുതുന്നവർക്ക് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ഞാൻ ലേഖനം എഴുതി പൂർത്തിയായപ്പോൾ ഉപന്യാസം മുന്തി നിന്നു എന്ന ഇൽഹാമുണ്ടായി. ചുരുക്കത്തിൽ ആ പ്രബന്ധം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ
ശ്രോതാക്കളിൽ നിന്ന് പ്രത്യേക അവസ്ഥ ആയിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും അതിനെ ശ്ലാഘിച്ചുകൊണ്ട് ശബ്ദമുയരാൻ തുടങ്ങി. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ഹിന്ദു മാന്യന്റെ വായിൽ നിന്ന് പ്രസ്തുത പ്രഭാഷണം മറ്റെല്ലാ പ്രഭാഷണങ്ങളെക്കാളും മുന്തി നിന്നു എന്ന് പറയുകയുണ്ടായി. ലാഹോറിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിലും സാക്ഷ്യമെന്നോണം പ്രസിദ്ധീകരിച്ചത് ഈ ഉപന്യാസം മുന്തി നിന്നിരുന്നു എന്നാണ്. മാത്രമല്ല 20ഓളം ഉറുദു പത്രങ്ങളും ഇതേ സാക്ഷ്യം തന്നെ നൽകി. ചില പക്ഷപാതികളായ ആളുകൾ ഒഴികെ മറ്റെല്ലാവരുടെയും നാവിൽ നിന്നും ഈ പ്രഭാഷണം വിജയപ്രദമായിരുന്നു എന്നും ഇന്നുവരെയും നൂറുകണക്കിന് ആളുകൾ പ്രസ്തുത സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇന്നും ഇസ്ലാമി ഉസൂൽ കി ഫിലോസഫി എന്ന ഈ ഗ്രന്ഥം വായിച്ചതിന് ശേഷം ജനങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഓരോ സംഘടനയുടെയും സാക്ഷ്യവും ഇംഗ്ലീഷ് പത്രങ്ങളുടെ സാക്ഷ്യവും ഉപന്യാസം മുന്തി നിന്നു എന്റെ പ്രവചനത്തെ സാധൂകരിക്കുന്നു. ഈ മത്സരം മൂസ നബിക്ക് ജാലവിദ്യക്കാരുമായി ചെയ്ത മത്സരത്തിന് സമാനമാണ്. കാരണം ഈ സമ്മേളനത്തിൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകൾ തങ്ങളുടെ മതങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചിരുന്നു. അവരിൽ ക്രിസ്ത്യാനിയും സനാതനധർമ്മിയുമായ ഹിന്ദുവും ആര്യസമാജിയായ ഹിന്ദുവും ചില ബ്രാഹ്മണന്മാരും കുറച്ച് സിഖുകാരും നമ്മുടെ എതിരാളികളായ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും തങ്ങളുടെ വടികൾ കൊണ്ട് മിഥ്യാരീതിയിലുള്ള പാമ്പുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവ എന്റെ കൈകളിലൂടെ ഇസ്ലാമിക സത്യസന്ധതയുടെ ദണ്ഡിനെ വളരെ പരിശുദ്ധവും ദിവ്യജ്ഞാനത്തിൽ അധിഷ്ഠിതവുമായ പ്രഭാഷണത്തിന്റെ തലത്തിൽ അവർക്കെതിരിൽ കൊണ്ടുവന്നപ്പോൾ അതൊരു പെരുമ്പാമ്പായി മാറി സകലതിനെയും വിഴുങ്ങിക്കളഞ്ഞു. എന്റെ നാവിലൂടെ നിർഗമിച്ച ഈ പ്രഭാഷണത്തെ ഇന്നും ജനങ്ങൾ പ്രശംസിക്കുന്നു. അൽഹംദുലില്ലാ അലാ ദാലിക്. പിന്നീട് മറ്റു പ്രവചനത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇത് ബറാനെ അഹമ്മദിയിൽ പരാമർശിക്കപ്പെട്ട ദൈവിക അടയാളമാകുന്നു. അതിപ്രകാരമാകുന്നു: യാ അഹമ്മദ് ഫാസത്തു റഹ്മത്തു അലാ ഷഫത്തൈക. അല്ലയോ അഹമ്മദ്, സാഹിത്യ സമ്പുഷ്ടതയുടെ അരുവി നിന്റെ അധരങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ സാക്ഷ്യം പല വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. സാഹിത്യ സമ്പുഷ്ടമായ അറബി ഭാഷയിൽ പല ഗ്രന്ഥങ്ങൾ രചിച്ച് ആയിരക്കണക്കിന് രൂപയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിന്റെയും പണ്ഡിതന്മാർക്ക് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ആരും തന്നെ തലപൊക്കിയില്ല, ആരും എതിരിൽ വന്നതുമില്ല. ഇത് അള്ളാഹുവിന്റെ അടയാളമാണോ അതോ മനുഷ്യനിർമ്മിതമാണോ? ജനങ്ങൾ പലതും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. എന്നാൽ അന്നേരം ആരും തന്നെ മത്സരത്തിനായി വന്നില്ല. പിന്നീട് ദുആ സ്വീകാര്യതയുടെ ഒരു സംഭവം അടയാളം എന്ന നിലയിൽ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ധാരാളം സംഭവങ്ങളുണ്ട്, ഒന്ന് ഞാൻ സമർപ്പിക്കുകയാണ്. പറയുന്നു, അന്നാളുകളിൽ വെളിപ്പെട്ട ഒരു അടയാളം ഒരു ദുആയുടെ സ്വീകാര്യതയുടെ അടയാളമാകുന്നു. യഥാർത്ഥത്തിൽ അത് മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ വിശദീകരണം ഇപ്രകാരമാകുന്നു: ഹൈദരാബാദ് ദക്കിൻ വാസിയായ അബ്ദുർ റഹ്മാന്റെ പുത്രൻ അബ്ദുൽ കരീം നമ്മുടെ മദ്രസയിൽ വരികയുണ്ടായി. ആ സമയത്ത് മദ്രസയിലെ വിദ്യാർത്ഥിയെ വിധിയനുസരിച്ച് പേപിടിച്ച പേനായ കടിക്കുകയുണ്ടായി. നമ്മൾ ചികിത്സയ്ക്കായി അവനെ കസോലിയിലേക്ക് അയച്ചു. ഏതാനും ദിവസം കസോലിയിൽ ചികിത്സയിലായിരുന്ന ശേഷം കാദ്യാനിൽ തിരിച്ചെത്തി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനിൽ പേയുടെ ലക്ഷണങ്ങൾ വീണ്ടും വെളിപ്പെടാൻ തുടങ്ങി. പേപ്പട്ടി കടിച്ചാൽ വെളിപ്പെടാറുള്ള ലക്ഷണങ്ങൾ വീണ്ടും കാണിക്കാൻ തുടങ്ങി. വെള്ളം കണ്ടാൽ ഭയക്കാൻ തുടങ്ങി. വളരെ ഭീതിജനകമായ അവസ്ഥ സംജാതമായി. അന്നേരം അന്യനാട്ടുകാരനായ ആ എളിയ മനുഷ്യനായി എന്റെ മനസ്സ് അസ്വസ്ഥമായി. അന്യനാട്ടുകാരൻ സ്വന്തം നാട്ടിൽ നിന്ന് ദൂരത്താണ്, ദരിദ്രനുമാണ്. എന്റെ മനസ്സ് അങ്ങേയറ്റം അസ്വസ്ഥമായി. ദുആക്കായി പ്രത്യേക ശ്രദ്ധ സംജാതമായി. ആ പാവം അല്പനേരങ്ങൾക്ക് ശേഷം മരിച്ചു പോകുന്നതാണെന്ന് എല്ലാവരും കരുതി. നിസ്സഹാനായ അവനെ ബോർഡിങ്ങിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേക മുറിയിൽ എല്ലാവരിൽ നിന്നും അകറ്റി എല്ലാ കരുതലുകളോടും കൂടി താമസിപ്പിച്ചു. കസോലിയിലെ ബ്രിട്ടീഷുകാരനായ ഡോക്ടർക്ക് കമ്പിയടിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ എന്താണ് മാർഗമെന്ന് ചോദിച്ചു. അവിടെ നിന്ന് കമ്പിയായി തന്നെ മറുപടി വന്നു, ഇതിന് യാതൊരു ചികിത്സയുമില്ല. എന്നാൽ അന്യനാട്ടുകാരനായ ആ പാവം വ്യക്തിക്കായി എന്റെ മനസ്സിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായി.
കൂടാതെ എൻ്റെ മിത്രങ്ങളും അവന് വേണ്ടി ദുആ ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ അവൻ കാരുണ്യത്തിന് അർഹനായിരുന്നു. അതോടൊപ്പം അഥവാ അവൻ മരണപ്പെടുകയാണെങ്കിൽ ആ മരണത്തിന്റെ ദുഷ്പ്രഭാവം ശത്രുക്കളുടെ സന്തോഷത്തിന് കാരണമായി തീരുന്നതാണെന്ന ഒരു ഭയവും മനസ്സിൽ ഉടലെടുക്കുകയുണ്ടായി. ശത്രുക്കൾ, എതിരാളികൾ അവർ ബഹളം കൂട്ടുന്നതായിരിക്കും. ദുആ സ്വീകാര്യതയുടെ വലിയ വാദക്കാരനാണോ എന്ന് പറയും. അന്നേരം എൻ്റെ ഹൃദയത്തിൽ അവനായി വളരെയധികം വേദനയും അസ്വസ്ഥതയും ഉടലെടുത്തു. അസാധാരണമായൊരു ശ്രദ്ധ സംജാതമായി. അത് സ്വന്തം നിയന്ത്രണത്തിലല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നാണ് സംജാതമായത്. ദുആക്കുള്ള അത്തരം അവസ്ഥ സംജാതമാകുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അനുമതിയാൽ അത് അതിന്റെ പ്രഭാവം കാണിക്കുകയും ചെയ്യുന്നതാണ്. അതായത് അതിലൂടെ മൃതൻ ജീവനുള്ളവനായി മാറുന്നു. ചുരുക്കത്തിൽ അവനു വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള സ്വീകാര്യതയുടെ അവസ്ഥ സംജാതമായി. ആ അവസ്ഥ പാരമ്യതയിലെത്തിയപ്പോൾ, വേദന എൻ്റെ മനസ്സിനെ പൂർണ്ണമായും വലയം ചെയ്തപ്പോൾ, വേദനാ നിർഭരമായ ദുആക്കുള്ള അവസ്ഥ സംജാതമായി. അന്നേരം യഥാർത്ഥത്തിൽ മൃതനായി കഴിഞ്ഞിരുന്ന ആരോഗ്യയിൽ ഈ ദുആയുടെ പ്രഭാവം വെളിപ്പെടാൻ തുടങ്ങി. അവന് വെള്ളം കണ്ടാൽ പേടിയായിരുന്നു, അല്ലെങ്കിൽ വെളിച്ചത്തിൽ നിന്ന് ഓടിയകലുമായിരുന്നു. പെട്ടെന്ന് അവന്റെ അവസ്ഥയിൽ മാറ്റം വരാൻ തുടങ്ങി. എനിക്കിപ്പോൾ വെള്ളത്തെ ഭയമില്ല എന്നവൻ പറഞ്ഞു. അവന് വെള്ളം കൊടുത്തപ്പോൾ യാതൊരു ഭയവും കൂടാതെ ആ വെള്ളം കുടിക്കുകയും മാത്രമല്ല വെള്ളം കൊണ്ട് വുളു എടുത്ത് നമസ്കരിക്കുകയും ചെയ്തു. രാത്രി മുഴുവനും ഉറങ്ങുകയും ചെയ്തു. ഭയാനകമായ അവസ്ഥയിൽ മാറ്റമുണ്ടാവുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യവാനാകുകയും ചെയ്തു. പറയുന്നു, അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ ഇടപെട്ടത് അവനിൽ ഉണ്ടായ ഈ പേയുടെ അവസ്ഥ അവനെ ഇല്ലാതാക്കുന്നതിനായിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടയാളം വെളിപ്പെടുന്നതിനായിട്ടായിരുന്നു ഉണ്ടായത്. ആരെങ്കിലും പേ പിടിച്ച നായ കടിക്കുകയും അയാളിൽ പേടി ലക്ഷണങ്ങൾ വെളിപ്പെടുകയും ചെയ്ത ശേഷം ലോകത്ത് ആരും തന്നെ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. കസോലിയിൽ സർക്കാർ ഇതേ രോഗത്തിന്റെ ചികിത്സക്കായി നിയമിച്ചിട്ടുള്ള അനുഭവസ്ഥനായ ഡോക്ടർ നമ്മുടെ കമ്പിക്ക് മറുപടിയായി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ മറുപടി ഇനി ഇതിന് ചികിത്സയൊന്നും ഇല്ല എന്നതായിരുന്നു. ഇനി ഇതിലും വലിയ ഒരു എന്ത് തെളിവാണ് വേണ്ടത്? പിന്നീട് ഡോയിയുടെ അടയാളത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വീക്ഷണത്തിൽ ചക്രവർത്തിയെ പോലെ പ്രതാപവും പ്രൗഢിയും കരസ്ഥമാക്കിയിരുന്ന ഡോക്ടർ ഡോയിയെ എന്റെ വെല്ലുവിളിയുടെയും ദുആയുടെയും ഫലമായി അള്ളാഹു നശിപ്പിക്കുകയും ഒരു ലോകത്തെ തന്നിലേക്ക് ചായ്ക്കുകയും ചെയ്തു. ഈ സംഭവം ലോകത്തുള്ള എല്ലാ പ്രധാന പത്രങ്ങളിലൂടെ ആഗോള പ്രശസ്തി നേടി സർവ്വസാധാരണ വാർത്തയായി മാറിയിരുന്നു. പിന്നീട് ആ മഹാത്മാവ് മറ്റൊരു അടയാളത്തെ സംബന്ധിച്ച് പറയുന്നു, മൗലവി ഗുലാം ദസ്തഗീർ കസൂരി സ്വന്തമായി എന്നോട് മുബാഹല നടത്തി. തന്റെ പുസ്തകത്തിൽ ദുആ ചെയ്തുകൊണ്ട് എഴുതി, കള്ളവാദിയെ അള്ളാഹു നശിപ്പിക്കട്ടെ. ഏകപക്ഷീയമായ മുബാഹലയായിരുന്നു അത്. പിന്നീട് ആ ദുആയുടെ ഫലമായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ മൗലവി സ്വയം നശിക്കുകയും ചെയ്തു. അഥവാ മനസ്സിലാക്കുകയാണെങ്കിൽ എതിരാളികളായ മൗലവിമാർക്കുള്ള വലിയൊരു അടയാളമാകുന്നു ഇത്. പിന്നീട് അള്ളാഹുവിന്റെ സഹായം തന്നോടൊപ്പം എപ്രകാരമാണ് ഉള്ളത് എന്ന മറ്റൊരു അടയാളത്തെ സംബന്ധിച്ച് പറയുന്നു. മൗലവി ഗുലാം ദസ്തഗീർ കസൂരിയുടെ പുസ്തകം വായിച്ചു നോക്കിക്കൊണ്ട് അയാൾ എങ്ങനെയാണ് സ്വയം എന്നോട് മുബാഹല നടത്തുകയും ഫൈസ റഹ്മാനി എന്ന തന്റെ ഗ്രന്ഥത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതെന്നും എല്ലാ വിഭാഗത്തിലുള്ള മൗലവിമാർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ മൗലവിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫൈസ റഹ്മാനി എന്ന തന്റെ ഗ്രന്ഥത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ മുബാഹലയുടെ ഏതാനും നാളുകൾക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തു. ജമ്മുകാരനായ ചിറാഗ്ദീൻ സ്വയം മുബാഹല നടത്തിക്കൊണ്ട് എഴുതി, ഞങ്ങളിൽ നിന്നുള്ള വ്യാജവാദി അല്ലാഹ് നശിപ്പിക്കുന്നതായിരിക്കും. പിന്നീട് അതിന് ഏതാനും നാളുകൾക്ക് ശേഷം പ്ലേഗ് കാരണമായി തന്റെ 2 മക്കളോടൊപ്പം മരണപ്പെടുകയും ചെയ്തു. ജമ്മുവിലുള്ള മറ്റൊരു മൗലവിയായിരുന്നു ഇത്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, എന്റെ സമുദായം എന്നിൽ ആരോപിക്കുന്ന വിവിധങ്ങളായ ആക്ഷേപങ്ങളെ ഞാൻ വകവെക്കാറില്ല. അഥവാ ഞാൻ അവരെ ഭയന്നുകൊണ്ട് സത്യമാർഗത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കഠിനമായ വിശ്വാസവഞ്ചനയായിരിക്കും. ഒരു വ്യക്തിക്ക് അള്ളാഹു സ്വയം ദീർഘവീക്ഷണം നൽകുകയും സ്വയം അയാൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അയാളുടെ സ്വയം സംസാരിക്കുകയും അയാളുടെ സത്യസാക്ഷ്യത്തിനായി ആയിരക്കണക്കിന് അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ ഒരു എതിരാളിയുടെ സങ്കല്പത്തെ വിലകൽപ്പിച്ച്
സ്പഷ്ടമായ സത്യത്തിൽ നിന്ന് മുഖം തിരിക്കേണ്ട ആവശ്യം എന്താണ്? അവർ സ്വയം ചിന്തിക്കട്ടെ. എനിക്ക് ജനങ്ങളുടെ വാക്കുകൾ കാരണത്താൽ സത്യത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. പറയുന്നു, ആന്തരികവും ബാഹ്യവുമായ എതിരാളികൾ എന്റെ ന്യൂനതകൾ അന്വേഷിക്കുന്നവരിൽ വ്യാപൃതരാണെന്നതും ഞാൻ പരിഗണിക്കുന്നില്ല. കാരണം അതിലൂടെയും എന്റെ ദൃഷ്ടാന്തം തന്നെയാണ് സ്ഥാപിതമാകുക. അഥവാ ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അതിലൂടെ എന്റെ ദൃഷ്ടാന്തമാണ് സ്ഥാപിതമാകുക. ഇത് എങ്ങനെയാണ് സ്ഥാപിതമാകുക? അഥവാ എന്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളുമുണ്ട്, ഇന്ന ഇന്ന തിന്മകളുണ്ട് എന്ന് അവർ പറയുന്നത് പോലെ, എല്ലാ തിന്മകളും എന്നിൽ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ ഞാൻ വാഗ്ദത്ത ലംഘകനാണ്, കള്ളം പറയുന്നവനാണ്, ദജ്ജാലാണ്, കട്ടുകെട്ട് പറയുന്നവനാണ്, വഞ്ചകനാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കുന്നവനാണ്, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനും കലഹങ്ങളും ഉണ്ടാക്കുന്നവനുമാണ്, അക്രമിയുമാണ്, 30 വർഷമായി അള്ളാഹുവിൽ കറ്റുകെട്ട് പറയുന്നവനാണ്, സദ്വൃത്തരെയും സൽപ്രകൃതക്കാരെയും അസഭ്യം പറയുന്നവനാണ്. എന്റെ ഉള്ളിൽ അക്രമവും അനീതിയും ശരീരേച്ഛയും അല്ലാതെ ഒന്നും തന്നെയില്ല. കേവലം ജനങ്ങളെ പറ്റിക്കുന്നതിനായിട്ടാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. കൂടാതെ നൗദുബില്ല, അവരുടെ വാക്കുകളനുസരിച്ച് എനിക്ക് അള്ളാഹുള്ള വിശ്വാസവുമില്ല. ലോകത്തുള്ള ഒരു തിന്മയും അവർ എന്നിൽ ആരോപിക്കാതിരുന്നിട്ടില്ല. എന്നാൽ ലോകത്തുള്ള സകല തിന്മയും എന്നിൽ ഉണ്ടായിട്ടിരുന്നിട്ടു കൂടി എല്ലാ അക്രമങ്ങളാലും എൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നിട്ടും ധാരാളം ആളുകളുടെ സമ്പത്ത് ഞാൻ അകാരണമായി ഭക്ഷിച്ചിട്ടും, അതായത് അവർ ഭക്ഷിച്ചു എന്ന് പറയുന്നു, മലക്കുകളുടെ സ്വഭാവമുള്ള ധാരാളം ആളുകളെ, അതായത് പരിശുദ്ധരായ ആളുകളെ തെറി പറഞ്ഞിട്ടും, എല്ലാ തിന്മയിലും വഞ്ചനയിലും ഏറ്റവും അധികം ഭാഗവാക്കായിട്ടും, അതായത് തിന്മയുള്ളവനും ദുർനടപ്പുകാരനും വഞ്ചകനും വ്യാജനും ഒക്കെ ഞാനായിരുന്നെങ്കിൽ എനിക്കെതിരിൽ മലക്കുകളെ പോലെയുള്ള ആളുകൾ വന്നിട്ടും അവർ എങ്ങനെയാണ് പരാജിതരായത്? എന്നോട് മുബാഹല ചെയ്തവർ നശിച്ചു തുടങ്ങി. എനിക്കെതിരിൽ ശാപപ്രാർത്ഥന ചെയ്തവരിൽ തന്നെ അത് തിരിച്ചടിച്ചു. എനിക്കെതിരിൽ കോടതിയിൽ കേസ് കൊടുത്തവർ തന്നെ പരാജയപ്പെട്ടു. എല്ലാ തിന്മകളും എനിക്കുള്ളിൽ ആണ് ഉള്ളതെങ്കിൽ എനിക്കെതിരിൽ വന്നവരെയൊക്കെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. എനിക്ക് വിജയങ്ങൾ നൽകുകയും ചെയ്തു. വിചിത്രമായ ആരോപണങ്ങളാണ് എനിക്കെതിരിലുള്ളത്. ഈ ഹഖീഖത്തുൽ വഹി എന്ന പുസ്തകത്തിൽ ഏതാനും ഉദാഹരണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് നിരവധി കാര്യങ്ങളും അടയാളങ്ങളും കാണാൻ കഴിയുന്നതാണ്. പറയുന്നു, ഇത്തരം മത്സരഘട്ടത്തിൽ ഞാൻ പരാജയപ്പെടുകയും എന്നിൽ ഇടിത്തി വീഴുകയും ചെയ്യണമായിരുന്നു. എന്നാൽ എല്ലാ തിന്മകളും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് മേൽ ഇടിത്തി വീഴുകയും നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. മറിച്ച് എനിക്കെതിരിൽ ആർക്കും വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെയുള്ളവനായിരുന്നുവെങ്കിൽ എനിക്കെതിരിൽ ആരും വരേണ്ടിയിരുന്നില്ല. കാരണം അള്ളാഹു കുറ്റവാളിയുടെ ശത്രുവാകുന്നു. അള്ളാഹു ലോകത്ത് കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പറയുന്നു, അള്ളാഹുവിനെ മുൻനിർത്തി ചിന്തിക്കുവിൻ. എന്തുകൊണ്ടാണ് ഈ വിപരീത ഫലങ്ങൾ ഉണ്ടാവുന്നത്? എനിക്കെതിരിൽ പേരിന് മാത്രം നന്മയുള്ളവർ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു? എല്ലാ മത്സരത്തിലും അള്ളാഹു എന്നെ സംരക്ഷിച്ചു. ഇതിലൂടെ എന്റെ കറാമത്ത് സ്ഥാപിതമാകുന്നില്ലേ? എനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും എന്റെ കറാമത്താകുന്നു. അതിലൂടെയും എന്റെയും സത്യം വെളിപ്പെട്ടു. ചുരുക്കത്തിൽ എന്നിലേക്ക് ആരോപിക്കപ്പെടുന്ന തിന്മകളും എന്റെ കറാമത്ത് സ്ഥാപിക്കുന്നു എന്നത് അള്ളാഹുവിന് നന്ദി പറയേണ്ട ഘട്ടമാകുന്നു. ഏതായാലും ആ മഹാത്മാന്റെ ഉദ്ധരണികളിൽ നിന്ന് സംക്ഷിപ്തമായ ചില ഉദാഹരണങ്ങളും കാര്യങ്ങളും ഞാൻ വിവരിച്ചു. എതിരാളികൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അദ്ദേഹത്തോടുള്ള ദൈവിക സഹായങ്ങളും അടയാളങ്ങളും കാണുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അത് വിശേഷണങ്ങൾ എന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ നിരവധി ഗ്രന്ഥങ്ങളിൽ അവയുണ്ട്. കാലഘട്ടത്തിന്റെ ആവശ്യത്തെയും നോക്കുക. മറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ഉലമാക്കളും ഈ കാലഘട്ടം ഒരു മുസ്ലിഹിനെയും മെഹദിയെയും കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടും അള്ളാഹു നിയോഗിച്ച ആളെ നിഷേധിക്കുകയും പൊതു മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. ദൈവിക ദൃഷ്ടാന്തങ്ങൾ പൂർത്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. എന്നിട്ടും അവർ തങ്ങളുടെ ദൗർഭാഗ്യത്തെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കുന്നതേ ഇല്ല. ഇന്ന് മുസ്ലിങ്ങൾ വരാനുള്ള മെഹദി എന്ന് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയും ഭക്തദാസനും ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഭയത്തിൽ പ്രവേശിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് അനിവാര്യമാണെന്ന് തിരിച്ചറിയുകയും പരിപൂർണ കൂറോടുകൂടി
അദ്ദേഹത്തിന്റെ ബൈഅത്തിൽ പ്രവേശിക്കുകയുമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ലോകത്ത് തങ്ങളുടെ മേന്മ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ തുടരുന്നതായിരിക്കും. ഇദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു അവർക്ക് ബുദ്ധിയും ബോധവും നൽകുമാറാകട്ടെ. റമദാൻ മാസത്തിൽ അഹമ്മദികൾ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം ജമാഅത്തിനെ എല്ലാ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ദുആ ചെയ്യുക. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ കണ്ണുകൾ തുറക്കുകയും അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖാത്തുമുൻ നുബുവത്തിന്റെ സ്ഥാനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത് വാഗ്ദത്ത മസീഹ് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ജമാഅത്തുമാണെന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് ആയി പ്രത്യേകമായും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും പാകിസ്ഥാനി അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു ഫിത്ന ഉണ്ടാക്കുന്നതും അക്രമം പരത്തുന്നതുമായ എല്ലാ നേതാക്കന്മാരുടെ കൈകളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ബുർക്കിന ഫാസോയിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രത്യേകമായും ദുആയിൽ ഓർക്കുക. അവിടെയും എല്ലാ ജുമാക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അഹമ്മദിയ ജമാഅത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ അഹമ്മദികളെയും സംരക്ഷിക്കട്ടെ. എല്ലാ അഹമ്മദികൾക്കും സ്ഥൈര്യം നൽകുമാറാകട്ടെ. ഈമാനും യക്കീനും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. ഇന്നത്തെ അവസ്ഥയിൽ ലോകം തീച്ചൂളയുടെ വക്കിലാകുന്നു. ഭൗതിക യുദ്ധങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും നാശങ്ങൾ വരുന്നതാണ്. ധാർമ്മിക മൂല്യച്യുതിയും പാരമ്യത്തിലെത്തിയിരിക്കുന്നു. അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർ അള്ളാഹുവിന്റെ കോപത്തെ വർദ്ധിപ്പിക്കുമാറാകാതിരിക്കട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങാതിരിക്കട്ടെ. അള്ളാഹു അഹമ്മദികളെ എല്ലാ ഷർറിൽ നിന്നും രക്ഷിക്കട്ടെ. അഹമ്മദികൾക്ക് തങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും പൂർത്തി ചെയ്യാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് തന്റെ സംരക്ഷണവും അഭയവും നൽകുമാറാകട്ടെ. ഞാൻ ഒരു വിളംബരം കൂടി നടത്താൻ ആഗ്രഹിക്കുന്നു. അൽ ഫസൽ ഇന്റർനാഷണൽ ആഴ്ചതോറും മറിച്ച് ആഴ്ചയിൽ 2 തവണ ഇറങ്ങുകയായിരുന്നു. ഇന്നലെ മാർച്ച് 23 മുതൽ അതായത് അൽ ഫസൽ ദിനപത്രമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഉറുദു എഴുത്തും വായനയും അറിയുന്നവർ അത് വാങ്ങുകയും വരിക്കാറാകുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇതിൽ നിന്ന് അനുഗ്രഹങ്ങൾ എടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ ഫസൽ എഴുതുന്നവർക്കും ഉന്നത തലത്തിലുള്ള ലേഖനങ്ങൾ എഴുതാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.